അലൈക്കും ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യലാണ് കേട്ടോ. നാട്ടിൽ നിന്ന് എൻ്റെ ഫാമിലീൻ്റെ കൂടെ നമ്മൾ കൂർഗിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ വ്ളോഗ് അവിടുത്തെ വിശേഷങ്ങളാണ്. നമ്മൾ ഏർലി മോർണിംഗ് 5:30 AM ഒക്കെ ആകുമ്പോഴത്തേക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തത്. ബട്ട് ആസ് യൂഷ്വൽ ലേറ്റായി. ആദ്യമൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് കർണാടക ബോർഡർ ക്രോസ് ചെയ്തതും റോഡ് വളരെ മോശം കണ്ടീഷനായിരുന്നു. ലക്കിലി ചെറിയ കുറച്ച് ഏരിയയിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടായത്. ബാക്കിയൊക്കെ മാനേജബിൾ ആയിരുന്നു. കേരള ബോർഡർ കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഉമ്മ ലഞ്ചിന് വേണ്ടിയിട്ട് ഇറച്ചിച്ചോറ് നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡ് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഒരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് റിസോർട്ട് എത്തിയപ്പോൾ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ചുക്ക് കാപ്പി പോലത്തെ ഒരു ഡ്രിങ്കാണ് കേട്ടോ തന്നത്, ഒരു കാപ്പി തന്നെ. ഇവിടുത്തെ ഈ ഗ്രീനറിയും കാം അറ്റ്മോസ്ഫിയറും പിന്നെ അവരുടെ വാം വെൽക്കമും എല്ലാം കൂടെ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി കംഫർട്ടബിൾ ആക്കി. നമ്മളിവിടെ 2 കോട്ടേജാണ് കേട്ടോ എടുത്തത്. ഒരു പ്രീമിയം കോട്ടേജും പിന്നെ ഒരു ബങ്ക് ഹൗസും. 2 പ്രീമിയം കോട്ടേജാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓർക്കിഡ് പിന്നെ ഒന്ന് ബൊഗെയിൻവില്ല. നമ്മളെടുത്തത് ഓർക്കിഡാണ് കേട്ടോ. ഈ കോട്ടേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വാം കളേഴ്സിലുള്ള ഡിസൈനും പിന്നെ നാച്ചുറൽ ലൈറ്റുമാണ്. എ ഫ്രെയിം കോട്ടേജ് വേണമെന്നുള്ള നിർബന്ധത്തിലാണ് കേട്ടോ നമ്മളിത് എടുത്തത്. ഇവിടെ ഓർഡിനറി കോട്ടേജും ഉണ്ട്. സോഫ്റ്റ് വുഡൻ ഫ്ലോർസ് ആണ് ഇവിടെ ഉള്ളത്. ബാത്റൂമിലും നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ആദ്യം കണ്ടപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവർ പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രീമിയം കോട്ടേജും ബങ്ക് ഹൗസും കൂടാതെ ഇവിടെ ലക്ഷറി കോട്ടേജും ഉണ്ട്, റോ ഹൗസും ഉണ്ട്. ഈ റോ ഹൗസ് എ ഫ്രെയിം അല്ല, ബാക്കിയെല്ലോ എ ഫ്രെയിം തന്നെയാണ് കേട്ടോ. ഈ കോട്ടേജിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ ഈ ഒരു അപ്സ്റ്റെയർ, പിന്നെ ഇതിൻ്റെ എ ഫ്രെയിം സ്ട്രക്ചറും. ഇത് രണ്ടും കണ്ടിട്ടാണ് നമ്മൾ ഈ റിസോർട്ട് ഓപ്റ്റ് ചെയ്യാൻ തന്നെ റീസൺ. പിന്നെ ഒരു ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ 2 or 3 കിഡ്സൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ ഈ ഒരു പ്രീമിയം കോട്ടേജ് തന്നെ അവർക്ക് സെറ്റായിരിക്കും. മുകളിലും അപ്സ്റ്റേഴ്സിലും ഒരു ഡബിൾ ബെഡ് ഉണ്ട്, ഡൗൺ സ്റ്റേഴ്സിലും ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ബങ്ക് ഹൗസും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. പിന്നെ 8 ബങ്ക് ബെഡ്സും വരുന്നുണ്ട്, 2 ബാത്റൂമും വരുന്നുണ്ട്, പിന്നെ ബാൽക്കണിയും ഇല്ല. അതാണ് ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം തന്നെ. അങ്ങനെ നമ്മളൊക്കെ ഫ്രഷായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടി കാണിക്കാമെന്നുള്ളത്. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്, പെർഫെക്റ്റ് ഫോർ ദ ഈവനിങ്. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നായതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മെയിനാണ് കേട്ടോ. ഞാൻ ഏത് ട്രിപ്പ് പോയാലും ഇപ്പം കൂടുതൽ ശ്രദ്ധിക്കുക സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പണ്ടൊക്കെ ഏത് ട്രിപ്പിന് പോയാലും ഫുള്ള് കുരുവായിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞ് കാണിക്കാൻ അങ്ങനെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഐബ്രോസ് ചെയ്യും, പിന്നെ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഒരു മേക്കപ്പ് ചെയ്ത ലുക്ക് വരുന്നു. എനിക്ക് മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. കൺസീലറും ഫൗണ്ടേഷനും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ആക്നെ പ്രോൺ സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്യലാണ്. എന്തെങ്കിലും കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. എൻ്റെ ഡെയിലി മേക്കപ്പ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഫാൻസി ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഐലൈനർ, മസ്കാര, ഐബ്രോ, ലിപ്സ്റ്റിക്. ഇതാണ് ഡെയിലി മേക്കപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഇനി അടുത്ത ചോദ്യം, ഇത്രയൊക്കെ ഒരുങ്ങിയിട്ട് എവിടേക്കാണ് പോകുന്നത്? എവിടെയില്ല, കുറേ ഫോട്ടോസ് എടുക്കണം. അതിൻ്റെ മുന്നേ ചെറുതായിട്ടൊന്ന് പോയിട്ട് ചായ കുടിക്കണം. ഇവിടെ ചായ കോംപ്ലിമെൻ്ററി ആണ്, ചായ മാത്രം. അതിൻ്റെ കൂടെ സ്നാക്സ് നമ്മൾ വാങ്ങണം. ഈവനിങ് ടീ മാത്രം കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു. ചായയും കോഫിയും കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയും വേണം. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെയുള്ള കോട്ടേജസ് ആണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. പിന്നെ ഇതാണ് ദ നൂക്ക്, ഒരു ഇൻഡോർ സ്പേസ് ഫോർ പ്ലേ. ക്യാരം ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, പിന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ ട്രെക്കിങ്ങും ഫിഷിങ്ങും പിന്നെ ബേർഡ് വാച്ചിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ഡേ ഒന്നും മതിയാവില്ല എന്ന്. പിന്നെ മഴ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയും ചെയ്തിട്ടില്ല. അതിന് ടൈമും കിട്ടിയിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോമൺ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇപ്പോൾ കുറേ അമീബിക് ബ്രെയിൻ ഇൻഫെക്ഷൻ കേസസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൂളിലേക്കൊന്നും കുട്ടികളൊന്നും അധികം ഇറക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നടന്നു കണ്ടു. കുറച്ച് ഏരിയാസിലൊക്കെ ഒരു ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആന ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 o'clock ശേഷം ആ ഏരിയയിലേക്ക് പോകാൻ പാടില്ല എന്ന്. ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് കണ്ടു. പിന്നെ ഡിന്നറും കഴിച്ചു. ഡിന്നർ കോംപ്ലിമെൻ്ററി അല്ല കേട്ടോ. ഈവനിങ് ടീയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും മാത്രമാണ് കോംപ്ലിമെൻ്ററി
കോംപ്ലിമെൻ്ററി. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് വീണ്ടും ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തു കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇങ്ങനത്തെ റിസോർട്ട്സിലൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ കൂടുതലും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാണ് നമ്മളെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഏതൊരു റിസോർട്ടിൽ പോയാലും മോർണിംഗ് ബാൽക്കണിയിൽ നിന്ന് വ്യൂ ക്യാപ്ചർ ചെയ്യാണ്ട് അത് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആവാത്ത പോലെ. പുറത്ത് നല്ല മഴ ആയിരുന്നു. ഭയങ്കര റിഫ്രഷിങ് ആൻഡ് ബ്യൂട്ടിഫുൾ വെതറാണ് കേട്ടോ മൊത്തത്തിൽ. മോൻ ഇതുവരെ എണീച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തെ റൂമൊന്നും കോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചായയൊക്കെ ആക്കിയിട്ട് രണ്ടാളും കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം കുടിക്കുക എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ റിസോർട്ടിലൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല വെതറൊക്കെ ആകുമ്പം റിസോർട്ടിലൊക്കെ വന്ന് ഇങ്ങനെ ചായയൊക്കെ ആക്കിയിട്ട് പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ എന്നുള്ളത്. കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഇരുന്നു കേട്ടോ, മഴയൊക്കെ ആസ്വദിച്ചിട്ട്. ദിസ് ട്രിപ്പ് വാസ് ഓൾ അബൌട്ട് സ്ലോയിങ് ഡൗൺ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇവിടെ നല്ല കാമായിട്ടിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളെ പ്ലാനിലുണ്ടായത്. അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടായില്ല. പകരം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിന് പകരം നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കുറേ പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്ന് പക്ഷെ അപ്പം മഴ പെയ്താൽ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ഇത് നമുക്ക് നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര കാം ആൻഡ് റിഫ്രഷിങ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനൊക്കെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കൊരു പോസിറ്റീവ് കാര്യം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫുഡും ഇവിടുന്ന് കഴിച്ചിട്ടുള്ള എല്ലാ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തില്ല, ഒരു ഓർഡിനറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. നല്ല ഗ്രീൻ ഷർട്ടും അതിനോട് ഞാൻ ബ്ലാക്ക് പാൻറ്റും ഷോളും ആണ് കേട്ടോ പെയർ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് വൈബിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഇന്നലെ നല്ല വാം ആയിട്ടുള്ള ഈവനിങ്ങിന് പറ്റിയ കളറായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ബ്രൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെ ഗ്രീന് സെലക്ട് ചെയ്തു. ആ ഡ്രസ്സിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്രയ്ക്കാണ് ഈ റിസോർട്ടിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. എനിക്ക് ആ റിസോർട്ടിൽ നമ്മളെ സ്റ്റേ ഷോർട്ടായിരുന്നു, ബട്ട് ട്രൂലി മെമ്മറബിൾ ആയിരുന്നു. നിങ്ങൾ കൂർഗിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ പ്ലേസ് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ബെയ്റൂട്ട് മന്തിയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇരിട്ടിയിലുള്ള ഒരു മന്തി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അടിപൊളി മന്തിയായിരുന്നു, നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇപ്പം അധികം കഴിക്കുമ്പോൾ മന്തിയൊന്നും അധികം ടേസ്റ്റൊന്നും ഫീൽ ചെയ്യാറില്ല. ഇത് അടിപൊളി മന്തിയായിരുന്നു, നല്ല സർവീസായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ബെയ്റൂട്ട് മന്തി. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.